സംസാരിക്കാനിടയായിരുന്നു, നീ തനിയെ എഴുന്നേറ്റിരിക്കുവാൻ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അങ്ങനെ ദൈവശബ്ദം കേട്ടു. അന്നത്തെ ദിവസം ഞാൻ 3 പ്രാവശ്യം 5 മിനിറ്റ് ആയിട്ട് 3 പ്രാവശ്യം അങ്ങനെ 15 മിനിറ്റായിട്ട് ഞാൻ പല തവണയായിട്ട് 3 തവണയായിട്ട് ഞാൻ അങ്ങനെ തനിയെ ഇപ്പം സപ്പോർട്ടില്ലാതെ ഞാൻ എഴുന്നേറ്റിരിക്കുവാൻ ഇടയായിത്തീർന്നു. 45-ാമത്തെ ദിവസം അന്നും രാവിലെ ദൈവാത്മാവിനോട് സംസാരിക്കാനിടയായിത്തീർന്നു, നീ എഴുന്നേറ്റ് കാലൂന്നി നിൽക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ഞാനങ്ങനെ 45 ദിവസം എൻ്റെ ബെഡിൽ നിന്ന് ആ ബെഡൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷേ എങ്ങനെ അറിയത്തില്ല, ദൈവശബ്ദം കേട്ട ഉടനെ ഞാൻ 2 കാലുകൾ ഊന്നി ഒരു സപ്പോർട്ടും ഇല്ലാതെ എൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, പാസ്റ്റർ 2 ദിവസവും ആഹാരം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കുന്നതാണ്. വളരെ നമുക്ക് എന്ത് പറ്റി എഴുന്നേറ്റ് നിൽക്കുന്നല്ലോ, ദൈവം നിനക്ക് കൃപ ചെയ്തല്ലോ, ഭാഗ്യം തന്നല്ലോ. ഇങ്ങനെ കണ്ടുകൊണ്ടപ്പോൾ പാസ്റ്ററും അതിന് വളരെ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഒരു ഭാഗ്യം ദൈവം എനിക്ക് കൃപ തന്നു. അസാധ്യമെന്ന് തോന്നുന്ന കാര്യം നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം സാധ്യമാക്കി തരും. നമുക്ക് കഴിവില്ല, നമുക്ക് പ്രയാസമുള്ള കാര്യം എന്ത് തന്നെയായാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് തീർത്ത് തരും കേട്ടോ. അതുകൊണ്ട് നമ്മളൊന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുവാൻ അനവധി ദേശത്തിൻ്റെ കനമാണം നേർത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുമോ, നല്ലൊരപ്പൻ, ഈ ഒരു അപ്പനെ പോലെ നമുക്ക് വേറൊരു അപ്പനില്ല കേട്ടോ. ഇതുപോലെ സ്നേഹിക്കുന്ന അളവ് കൂടാതെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ഹല്ലേലൂയ ദൈവം, ഈ ദൈവം നമ്മുടെ ദൈവമാണ്. നമ്മൾ മനുഷ്യർ സ്നേഹിക്കുമ്പോൾ, ഈ ലോകത്തിലെ മനുഷ്യർ സ്നേഹിക്കും, അതിനൊക്കെ ലിമിറ്റുണ്ട്. എന്നാൽ അതിരുകളില്ലാതെ അളവുകളില്ലാതെ സ്നേഹിക്കും. നമ്മൾ അർഹതയില്ലെന്ന് തോന്നുമ്പോഴും അർഹതയുള്ളവരാക്കി തീർത്ത് സ്നേഹിക്കുന്ന ആ ദൈവത്തെ ഓർത്ത് നമുക്ക് ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ആ രക്ഷകനെ നമുക്ക് കണ്ടുമുട്ടാം. ഞങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ആ ദൈവത്തെ രുചിച്ചറിയുവാൻ അടിയനും ഈ ഭാഗ്യം എനിക്ക് തന്നെ. ഈ സത്യവചനം ഹല്ലേലൂയ സഹോദരി കർത്താവ് പുസ്തകം എടുത്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ കടന്നു വന്നപ്പോഴും അവിടെ എല്ലാം നമ്മൾ അരുമനാഥൻ്റെ മുഖത്തേക്ക് നോക്കി പിടിച്ചു നിന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തെ ഒന്നും കൂടെ രുചിച്ചറിയുവാൻ ഇടയായിരുന്നത്. അനുഭവത്തിൻ്റെ വിടുതൽ സാക്ഷ്യങ്ങൾ പറഞ്ഞാലും മണിക്കൂറുകളും പറഞ്ഞാലും തീരാത്ത അനവധി വിഷയങ്ങൾ, ഞങ്ങളുടെ അനവധി നന്മകൾ കർത്താവ് അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്. എങ്കിലും ഹല്ലേലൂയ നമ്മുടെ നാഥൻ വരുവാറായി, യുഗത്തിലെ ദുരിതങ്ങൾ തീരാറായി. പ്രിയപ്പെട്ടവരെ, ലോക സംഭവങ്ങളൊക്കെ വിളിച്ചിറക്കി നമ്മുടെ നാഥൻ വരുവാൻ ഏറ്റവും അടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് ഹല്ലേലൂയ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുവാൻ കർത്താവ് വരുമ്പോൾ, ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ, ജീവോത്സവത്തിൽ പേരെഴുതുന്നവരുടെ ലിസ്റ്റ് വായിക്കുമ്പോൾ നമുക്കും നമ്മുടെ പേരിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട്, ആ വിളിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ആ കർത്താവിനോടുകൂടി വസിപ്പാൻ ദൈവം നമ്മളെല്ലാവരും സഹായിക്കുമാറാട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മരണത്തിന് താഴെ കൂടെ കടന്നു പോയപ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോഴും പ്രാർത്ഥനയുടെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആ ശക്തിയുടെ ആ ബലം കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ആയുസ്സോടെ ആരോഗ്യത്തോടെ നിൽക്കുവാൻ കർത്താവ് കൃപ വന്നത്. ആ ദൈവത്തെ സ്തുതിപ്പാൻ അടിയൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്തും ഞങ്ങളുടെ ശുശ്രൂഷയോർത്തും പ്രാർത്ഥിക്കുന്ന വെച്ചുകൊണ്ട് ചെറിയ സാക്ഷി ഞാൻ